സ്വന്തം വീടിന്റെ ടെറസിന്റെ മുകളിൽ ഒരു കാട്, അതും 30 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള മരങ്ങളും. ഒരുപക്ഷെ ഇന്ത്യയിൽ എന്നല്ല ലോകത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും സ്വന്തം വീടിന് മുകളിൽ ഇങ്ങനൊരു കാടുള്ളത്. വീട്ടിൽ കൃഷി ചെയ്യാൻ സ്ഥലമില്ല എന്ന് പറയുന്നവർക്ക് ഈ അമ്മ ഒരു മാതൃകയൊന്നുമല്ല, ഒരു പാഠപുസ്തകം തന്നെയാണ്. അപ്പൊ നമ്മളിന്ന് അമ്മയെ പരിചയപ്പെടാൻ വന്നിരിക്കുകയാണ്. അമ്മയുടെ പേരെന്താ? സരസ്വതി അമ്മയെ പരിചയപ്പെടാൻ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മളൊരു കാട്ടിലാണ് നിൽക്കുന്നത്. അപ്പം ഈ കാട് ഉണ്ടാക്കിയത് അമ്മയാണ് കേട്ടോ. ഇതിനൊരു പ്രത്യേകതയുണ്ട്. അമ്മയും അച്ഛനും കൂട്ടാണല്ലേ, അമ്മയും അച്ഛനും കൂട്ടാണ് ഉണ്ടാക്കിയത്, അമ്മ ഒറ്റയ്ക്കല്ല. അപ്പം ഈ ഒരു കാടിനൊരു പ്രത്യേകതയുണ്ട്. ഈ കാട് എവിടെയാണ് നിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു വീടിന്റെ മുകളിലാണ് അല്ലേ അമ്മേ? എത്ര സ്ക്വയർ ഫീറ്റ് വീടാ? അത്രേ ഉള്ളൂ. 3 സെന്റിൽ നിൽക്കുന്ന ഏകദേശം 600 സ്ക്വയർ ഫീറ്റിന് അടുത്ത് വീട് വരുന്ന ഒരു വീടിന്റെ മുകളിൽ അതിന്റെ ടെറസിൽ നിൽക്കുന്ന കൃഷികളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഏകദേശം എനിക്ക് തോന്നുന്നു അമ്മ എന്തൊക്കെയുണ്ട് അമ്മ എന്നാലും പറഞ്ഞേ? മാവ്, ചെറുനാരകം, മുരിങ്ങ, മാതളം, വാഴ, പിന്നെ കുറച്ച് പച്ചക്കറികൾ, അത്യാവശ്യം കുറേ പച്ചക്കറികളുണ്ട്. ക്യാരറ്റ് വരെ ഉണ്ട് അല്ലേ? ക്യാരറ്റ് മുകളിൽ കണ്ടു. പിന്നെ മുളക്, അതുപോലെ തന്നെ വേറെ അങ്ങനത്തെ കുറെ ഐറ്റംസ്. ഇതിലിപ്പോ ഏകദേശം വേപ്പുണ്ട് അല്ലേ? അതായത് കറിവേപ്പില, പിന്നെ മാവ് 2 മാവുണ്ട് അല്ലേ? 4 മാവുണ്ട്. അതും വലിയ മരങ്ങളായ മാവ് കേട്ടോ. എങ്ങനെയാണ് അമ്മ ഇതിന്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുന്നത്? എന്താ ഇങ്ങനെ ഒരു നമുക്ക് വീട് കെട്ടുമ്പോഴേ ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നോ? അപ്പൊ ഇവിടെ വന്നപ്പോ കൃഷി ഇല്ല, സ്ഥലമില്ല, സ്ഥലം മേടിക്കാനുള്ള സാമ്പത്തികം ഇല്ല. സർക്കാർ ജോലിക്കാർക്ക് പൈസ കുറവാണല്ലേ, മനസ്സിലായി. അപ്പൊ നമുക്ക് ടൗണിൽ വീട് വെക്കണം. കാരണം പുള്ളിയുടെ യാത്രാ സൗകര്യങ്ങൾ, പുള്ളി ഒരു യുക്തിവാദിയായിരുന്നു. ഓക്കെ. അപ്പൊ അവിടേക്ക് പോവാനും പിടിക്കാനും ഒക്കെ പോയി യാത്ര കഴിഞ്ഞ് വരുമ്പോ നമുക്ക് വീട്ടിലെത്താനുള്ള സൗകര്യം. ഓക്കെ. അപ്പൊ വൈറ്റിലാവുമ്പോ സൗകര്യമാണല്ലോ. മനസ്സിലായി. അപ്പൊ അതിനു വേണ്ടി കെട്ടുമ്പോഴേ നമുക്ക് വീടിന്റെ പ്ലാനിൽ തന്നെ ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു, മുകളിൽ ഒരു കൃഷി സ്ഥലം വേണമെന്നുള്ളത്. വീട് വെക്കുമ്പോഴേ അങ്ങനെ പ്ലാൻ ചെയ്തു. ഓക്കെ. എത്ര വർഷമായി നമുക്കിപ്പം ഈ ഒരു മരങ്ങളൊക്കെ ഇവിടെ വളരാൻ തുടങ്ങിയിട്ട്? എനിക്ക് തോന്നുന്നു ഇതൊക്കെ വലിയ മരമാണല്ലേ? 30 വർഷമായി. ഇതാണ് ഏറ്റവും വലിയ മരം. ഇതിന് കായ്ഫലങ്ങൾ കിട്ടാറുണ്ടോ? അത് ചോദിക്കുന്നതിൽ അർത്ഥമില്ല, കാരണം ഇവിടെ അത്രയും തൂങ്ങി നിൽക്കുന്നുണ്ട്. എല്ലാ മരത്തിലും കായ്കളുണ്ട്. ഇപ്പൊ നാരങ്ങ ആണെങ്കിലും ശരി, മാങ്ങ ആണെങ്കിലും എല്ലാറ്റിലും ഇഷ്ടം പോലെ കായ്കളുണ്ട് അല്ലേ? ഇത് മുഴുവൻ കായാണ്, എല്ലാറ്റിലും കായുണ്ട് അല്ലേ? കായുണ്ട്. നമ്മൾ എന്താ ചെയ്യുക? നമ്മളിത് പുറത്ത് കൊടുക്കണോ അതോ? ഇപ്പൊ ഇതാരാ നോക്കുന്നേ? അമ്മയും മോനും കൂട്ടാ നോക്കുന്നത്. ഇത് ആക്ച്വലി നമുക്ക് എന്തെങ്കിലും വീട്ടിലേക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്, താഴെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇല്ല? ഇല്ല. എത്ര ഹൈറ്റിലാണ് മണ്ണ് ഇട്ടിരിക്കുന്നത്? ഇപ്പൊ ഇതിപ്പോ 1.5 അടി ഹൈറ്റ് ഉണ്ട്. അത് ഇവിടെ മണ്ണ് വീണ് നിറഞ്ഞിരിക്കുന്നതാണ്. മാങ്ങയൊക്കെ വീണ് കിടക്കുന്നുണ്ട്. അതെ, അത് മൂവാണ്ടനാണത്. മൂവാണ്ടൻ.